ഇതിൻ്റെ നിലവാരം ഇത്തിരി കൂടിയ നിലവാരമാണ് വിശ്വാസത്തിൻ്റെ. ഈ മനുഷ്യന് നല്ല ദൃഢഗാത്രനായൊരു മനുഷ്യനാണ്. അയാളെയും കൊണ്ടുവന്ന് ഓപ്പറേഷന് മുമ്പ് ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചിട്ട് ഒരു ചീട്ടെടുത്തിട്ട് എൻ്റെ അടുത്ത് വരും. അപ്പം എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇയാളുടെ നടുവിനെല്ലാം തടവി 36 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ ഒരു യോഗ്യതയുണ്ട്. അത് വല്ലാതെ യോഗ്യതയാണത്. പിന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത് കണ്ട ഒരു യോഗ്യതയുണ്ട്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യത, 36 കൊല്ലത്തെ പരിശുദ്ധ കുർബാന അർപ്പിച്ചതിൻ്റെ യോഗ്യത, ഇതെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് ഞാൻ ഈ മനുഷ്യനെ പിൻകഴുത്ത് മുതൽ താഴെ വരെ ഇങ്ങനെ തടവും. അപ്പം ജനങ്ങൾ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ ഈ ഒറ്റ തടകിലൂടെ ഈ മനുഷ്യൻ പൂർണ്ണമായി സൗഖ്യപ്പെടും. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയും. എന്താ കാര്യം? ആ സമയത്ത് അറിയാൻ പറ്റും നമുക്ക്, നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ഇയാൾ പിറ്റേ ദിവസം പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. മാതാവ് എല്ലാം സെറ്റ് ചെയ്തിരിക്കണം, എല്ലാം. അതായത് എനിക്കെപ്പോഴും പറയാനുള്ളത്, ഒന്നും ഇതിൻ്റെ അച്ചാണിയായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഈ വൈഫാണ്. 6 ഡോക്ടർമാർ പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, ഇത് ഈ അസ്ഥി ഒടിഞ്ഞാക്കി എങ്ങനെ വരാനാണ്? പുള്ളി അദ്ദേഹം ബിന്ദുനോട്, ഈ അസ്ഥി ഒടിഞ്ഞാക്കി എങ്ങനെ വരാനാണ്? നമുക്ക് ഡോക്ടർമാർ പറഞ്ഞാൽ കേൾക്കാം. അപ്പോൾ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞാൽ നിങ്ങളെ കേട്ടോ, പക്ഷെ നമുക്ക് അമ്മയ്ക്ക് ഇപ്പോൾ കണ്ടിട്ട് വന്നിട്ട് എന്താണെന്ന് ചെയ്യാം. അവരുദ്ദേശിക്കുന്നത് ിനേക്കാൾ മെച്ചമായിട്ടാണ് അമ്മ ആ വിഷയം ചെയ്യണത്. ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്, നിങ്ങൾ നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോഴും പല ആൾക്കാർക്കും നേരം വെളുത്തിട്ടില്ല. അവരിങ്ങനെ ഒരു അനുഷ്ഠാനം പോലെ അങ്ങനെ ഉടമ്പടി എടുത്ത് വെക്കട്ടെ, ഒക്കുമായിരിക്കില്ല, ഒക്കത്താ കൊള്ളാം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോഴം കളിയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി പേരുണ്ട്. അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, സാധനം വിഷയം എടുത്തിട്ടില്ല. അവർ ആരൊക്കെ ഉടമ്പടി എടുത്ത് അവർക്ക് എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ചുമ്മാ വന്ന് നമ്മളൊക്കെ ഇനി ഉടമ്പടി എടുത്തിട്ടില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഉടമ്പടി എടുത്ത ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തില്ലെന്നും പറഞ്ഞ് വേണ്ട, എടുത്തേക്കാം, എന്നാൽ അവർ ഉടമ്പടിക്കൊണ്ട് തന്നേക്കാൻ പറയും. അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ആൾക്കാർ. ഇവിടെ ഒരു ഉടമ്പടി വേണമല്ല എന്ന് പറയും. അവരെങ്ങനെ പോലെ ഈ അമ്മ പറഞ്ഞിട്ട് മൂത്ത ചേച്ചിക്ക് പൂങ്കാവിൽ പോവുകയാണ്, വേറെ ചേർത്ത് നിന്ന് വന്ന് പൂങ്കാവിലേക്ക് പോവുകയാണ്. അപ്പോൾ മൂത്ത ചേച്ചിക്ക് എന്തോ നല്ല മീൻ കിട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി അമ്മ കൊടുത്തു വിട്ടിട്ട് അനിയത്തി പോവുകയാണ്. അപ്പോൾ അമ്മ പഠിക്കവരെ മാറി, ഇടി നീ പോണ വഴിക്ക് കൃപാസനത്തിനൊരു ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ, അപ്പോൾ ഇവിടെ അവർക്ക് നിർത്തി, കാര്യം മീൻ ചീഞ്ഞ് പോകത്തില്ലേ, മീൻ അവിടെ കൊണ്ട് വെച്ചിട്ട് എളുപ്പം ഒരു ഉടമ്പടിക്കാട്ടത് എളുപ്പക്കിടെ ഉടമ്പടി അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കും. അവർക്കറിയത്തില്ല എന്താ ഉടമ്പടി എന്നുള്ള സംബന്ധിച്ചിടത്തോളം. ആദ്യകാലങ്ങളെ കാര്യം പറയാം, 2016. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിലും ഉടമ്പടിയോട് കമ്മിറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവർ വളരെ ശ്രദ്ധിക്കണം. കമ്മിറ്റ് ചെയ്യില്ല, എടുത്തു വെച്ചിട്ടുണ്ട് ഉടമ്പടി. എന്നിട്ട് ഇതുപോലെ ഓരോ പ്രത്യക്ഷയുടെ പ്രാർത്ഥന നടത്തുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഉടമ്പടി ധ്യാനം കൂടുന്നുണ്ട്. പക്ഷെ ഉടമ്പടിയിലേക്ക് അവർ ഇൻവോൾവ് ആയിട്ടില്ല. അവർ സ്വയമായിട്ട് അതിൻ്റെ അകത്തേക്ക് മുഴുകിയിട്ടില്ല, ഉടമ്പടിയിൽ മുഴുകത്തില്ല. അവരിങ്ങനെ ഒരു ഫങ്ഷൻ പോലെ ഉടമ്പടി എടുത്താൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ 10 കാര്യം പറയുമ്പോൾ 4 കാര്യം ചെയ്ത് അങ്ങനെയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ദൈവമായിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകും. ഈ ആൾക്കാർക്ക് ഒരിക്കലും ഇവരാണ് ലാഗ് ചെയ്യിക്കണത്. ഉടമ്പടി ദാവീദിൻ്റെ ഉടമ്പടി സ്കൂൾ ഓഫ് ഡേവിഡാണ് ഇപ്പോൾ. കവനൻ്റ് ആൻഡ് സ്കൂൾ ഓഫ് ഡേവിഡ്. കവനൻ്റ് അതായത് ദാവീദിൻ്റെ ഉടമ്പടി വിദ്യാലയത്തിലാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് 16 വായിച്ചവനെ, എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. ആരാണ് അഭിഷേകം ചെയ്യാൻ പോണത്? സാമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യാൻ ജെസ്സിയുടെ വീട്ടിൽ വന്നിരിക്കുന്ന സംഭവമാണിത്. ജെസ്സിക്ക് എത്ര മക്കളുണ്ട്?
10-12 മക്കളുണ്ടല്ലേ. അതിൽ വില്ലന്മാരുണ്ട്, അതിനകത്ത് ബ്രിഗേഡിയർമാരുണ്ട്, പട്ടാള ജനറൽമാരുണ്ട്, മിടുക്കന്മാരുണ്ട്. പക്ഷേ ഇവരെ ആരും അല്ല 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 എന്നാണ് ആര് പറയണത്? പരിശുദ്ധാത്മാവ് സാമുവേലിനോട് പറഞ്ഞിരിക്കുന്നത്. അവസാനം ഒരു ഇടയബാലൻ വരും, അതാണ് ദാവീദ്. ദാവീദ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളാണ് ഈ പറയണത്. 16:7 വായിച്ചോളൂ. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു. പറഞ്ഞേ, എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? വായിച്ചോളൂ. അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. പറഞ്ഞോളൂ. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. അതായത് ഇത് ദാവീദിന്റെ ജ്യേഷ്ഠന്മാരുടെ അടുത്ത് വരുമ്പോഴേ പരിശുദ്ധാത്മ പറയണതാണ്. ദാവീദിന്റെ ജ്യേഷ്ഠന്മാർ നല്ല 72 മസിൽസൊക്കെ ഉള്ള യുദ്ധവീരന്മാരായിരുന്നു. ജെസ്സി അവരെ എല്ലാം യുദ്ധം പഠിപ്പിച്ചപ്പോൾ ദാവീദിനെ യുദ്ധം പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ ഓരോ ചേട്ടന്മാരെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഇവരാണ് രാജാവ്, അടുത്ത രാജാവ്. അതുകൊണ്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ഇവരുടെ മെസ്സിലും ഉയരവും സ്വർണ്ണ നിറമുള്ള മുടിയും സാംസനെ പോലുള്ള രാക്ഷസ ശരീരമൊക്കെ കാണുമ്പോഴേ പരിശുദ്ധാത്മ പറയുന്ന വാക്കാണ്. എന്താണ്? അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട, അവന് ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. അവൻ്റെ ആകാരവടിവ് നോക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി ഭാഷയെ പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മെരിറ്റ് നോക്കണമെന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഉടമ്പടി വർക്ക് ചെയ്യണത് 2 കേസിലാണ്, 2 ഫാക്റ്റിലാണ് വർക്ക് ചെയ്യുക. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെരിറ്റ്, നിങ്ങൾ മെരിറ്റില്ലാത്ത കൊണ്ട് പേടിക്കരുതെന്നതിൻ്റെ അർത്ഥം. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒരു വിഷയത്തിന് മെരിറ്റ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പേടിക്കരുതെന്ന് പറയുന്ന പുസ്തകമാണ് ബൈബിൾ. അങ്ങനെ ദാവീദിനെ സാവൂൾ അഭിഷേകം ചെയ്യും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത്, നമ്മൾ ദൈവവും ഉടമ്പടിയിൽ എന്താ സംഭവിക്കണത്? 2 കക്ഷികൾ തമ്മിലാണ് ഉടമ്പടി ചെയ്യണത് അല്ലേ? നിങ്ങൾ ഒരു കക്ഷിയായിട്ട് മാറുകയാണ്. ഉടമ്പടി ചെയ്യുന്ന വ്യക്തി ഒരു കക്ഷി, പിന്നെ അടുത്ത കക്ഷി ആരാണ്? ദൈവമാണ്, ഈശോയാണ് കക്ഷി. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ ഉടമ്പടി ചെയ്യണത് ഇതൊരു പ്രെയർ അല്ല, ഇത് ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്, ഉഭയകക്ഷി ആണ്. ഉഭയകക്ഷി കരാറ്, സമ്മതമാണ്. അപ്പോൾ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സമ്മതമാണെന്ന് പറയും. അപ്പം നിങ്ങളെന്ത് പറയും? കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയും. മനസ്സിലായില്ലേ? ഇതാണ് ഉടമ്പടി. ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സമ്മതമാണെന്ന് ദൈവം പറയും. അപ്പോൾ നിങ്ങളെന്ത് പറയും? ഞങ്ങൾ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയും. ഇതാണ് ഉടമ്പടി. അപ്പോൾ നിങ്ങളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. ഇങ്ങനെ സമ്മതമായി കഴിയുമ്പോൾ ഇവിടെ വരുന്ന ഒരു വിഷയം, മറ്റു ഒരു ഉടമ്പടിക്കും ഇല്ലാത്തൊരു ആനുകൂല്യം മരിയൻ ഉടമ്പടിക്കുണ്ട്. സാവൂളിന് കിട്ടാഞ്ഞ ദാവീദിന് കിട്ടാതിരുന്ന ഒരു ആനുകൂല്യം എന്താണ്? ദ പ്രസൻസ് ഓഫ് മേരി, കർത്താവിൻ്റെ അമ്മയുടെ സാന്നിധ്യം. നിങ്ങൾ അവരുടെ മധ്യസ്ഥതയിലാണ് ഉടമ്പടി ചെയ്യണത്. മനസ്സിലായില്ലേ? ആരുടെ മധ്യസ്ഥതയിലാണ്? മാതാവിൻ്റെ മധ്യസ്ഥതയിലാണ്. മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്താണ്? അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ സംഭവം ഏതെങ്കിലും നിമിഷം മാനുഷികമായ ഒരു ചാബല്യം കൊണ്ട് തെന്നിപ്പോയാലും അമ്മ മധ്യസ്ഥം നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ വിഷയത്തിന് കോട്ടം ഉണ്ടാകത്തില്ല. അത് ഗ്യാരണ്ടീഡാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ദാവീദിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. എബ്രാഹത്തിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. മോസസിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. അത് കാരണം കുറേ കുഴപ്പങ്ങൾ ആ ഉടമ്പടിക്ക് സംഭവിച്ചു. എബ്രാഹത്തിന് 25 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. സമയത്ത് സ്വാധീനിക്കുന്ന കണ്ടന്റ് അതിനകത്തില്ലായിരുന്നു. എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്തിട്ട് 25 കൊല്ലം കഴിഞ്ഞല്ലേ കുഞ്ഞ് ജനിച്ചത്.
ഇല്ലേ? മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ ഈ 24 വയസ്സുള്ള വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ആ മാസം തന്നെ ഒരു പ്രഗ്നൻ്റ് ആകണത്? ടൈമിൻ്റെ കണ്ടൻ്റാണ് ഈ സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ മക്കൾ ഇത് വെറുതെ ചുമ്മാ ഒരു അനുഷ്ഠാനക്രിയ പോലെ എടുക്കരുത്. ഇന്ന് നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ ദൈവിക ഇടപെടലിൻ്റെ ഒരു സുവിശേഷ രക്ഷാകര സംവിധാനമാണിത്. അപ്പോൾ അത് വളരെ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കണം. എപ്പോഴും ഉടമ്പടി ധ്യാനം പഴയതൊക്കെ നോക്കി കൂടിക്കൊണ്ടിരിക്കണം. കാരണം ഓരോ കാലത്ത് ദൈവം ഓരോ കാര്യമല്ല അപ്ഡേഷൻ ചെയ്യണത്. കാര്യങ്ങൾ നീക്കുകയും ചെയ്തു. ഈ അനുഗ്രഹത്തിന് ഈശോയോടും അമ്മയോടും തിരുക്കുമാനോടും കോടാനുകോടി നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ മകന് ഒരു ജോലി ലഭിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തിൽ തന്ന നിരവധിയായ നന്മകൾ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എൻ്റെ പേര് അഞ്ജലി. ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. 2018 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തത് ഞാൻ പഠിക്കുമ്പോഴത്തേക്കിനും സെക്കൻഡ് ഇയർ ഫെയിലായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നീട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എക്സാമൊക്കെ നല്ല ടഫായിരുന്നു. അപ്പോൾ പാസ്സാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മാതാവ് എന്നെ പാസ്സാക്കി. പിന്നെ വേറൊരു കാര്യം, ചേട്ടന് ജോലി ഇല്ലാഞ്ഞിട്ട് 4 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴത്തേക്കിനും ചേട്ടനും നല്ലൊരു ജോലി കിട്ടി. പിന്നെ കുറച്ച് നാളെ എവിടെയാണ് ജോലി കിട്ടിയത്? റെയിൽവേയിൽ ജോലി കിട്ടി. പിന്നെ കുറച്ച് നാളായിട്ട് എനിക്ക് വിറവലുണ്ടായിരുന്നു കൈക്ക്. അപ്പോൾ അതൊക്കെ നല്ലപോലെ മാതാവ് എന്നെ സുഖപ്പെടുത്തി തന്നു. തൈലം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാതാവ് എന്നെ സുഖപ്പെടുത്തി. ഇതിനൊക്കെ മാതാവിനോടും ഈശോനോടും ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ പേര് ഉഷ. ഞാൻ അമ്പലപ്പുഴയിൽ നിന്നും വരുന്നു. 2019 മാർച്ച് മാസത്തിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി സ്വീകരിച്ചു. എൻ്റെ മകളുടെ 2ാമത്തെ പ്രസവത്തിന് 5ാം മാസത്തിലെ സ്കാനിങ്ങിൽ അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ തലയ്ക്കൊരു വെള്ളക്കെട്ട് കണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു ചിലവർക്കിത് ഉണ്ടാകും, അത് പ്രസവം കഴിഞ്ഞിട്ട് നമുക്കത് സിസേറിയൻ ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൃപാസനത്തിലെ അമ്മയുടെ ഒരു പത്രം കിട്ടി. അതിലൂടെ ഇതറിഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത സ്കാനിങ്ങിൽ ഇത് കാണരുതെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് എൻ്റെ മകളുമായി അമൃത ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് പോയി. 7ാം മാസത്തിലെ സ്കാനിങ്ങിൽ ഡോക്ടർ അത് കാണിച്ചു തന്നു. നേർച്ച വസ്തുക്കൾ ഇവിടെ ഉടമ്പടി സ്വീകരിച്ച് നേർച്ച വസ്തുക്കൾ തൈലം കൊടുക്കുകയും അമ്മയുടെ കാശുരൂപം വയറിൽ വെച്ച് ഒഴിയുകയും ചെയ്യുമായിരുന്നു. പത്രം കുഞ്ഞിൻ്റെ ബെഡിൻ്റെ താഴെ വയ്ക്കുമായിരുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ. അങ്ങനെ 7ാം മാസത്തിലെ സ്കാനിങ്ങിൽ അത് അപ്രത്യക്ഷമായി. അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മേ ഞങ്ങളിവിടെ ആ കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ ജൂൺ 14 കുഞ്ഞിന് 3 വയസ്സാകുകയാണ്. ഞാൻ സാറാമ്മ വർഗീസ് തിരുവല്ലയിൽ നിന്നും വരുന്നു. 2019 മെയ്യിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2021 മെയ്യിൽ 3ാമത്തെ പുതുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ മെയ് മാസത്തിൽ മോളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ച് എനിക്ക് ജൂണിൽ അറിയണം അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു. ജൂൺ 8-ാം തീയതി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മോള് ഖത്തറിലാണ്. അവൾ വിളിച്ചു പറഞ്ഞു, മമ്മി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. 1 വർഷമായിട്ട് അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 5.5 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. അതാണ് മാതാവ് തന്ന അത്ഭുതം. ആ കുഞ്ഞാണ് ഒരു ഖത്തറിൽ നിന്ന് വന്നതാണ്. അത് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിന്നത്. പിന്നെ എനിക്ക് ഒത്തിരി ടെൻഷനും പ്രയാസങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതൊക്കെ മാതാവ് ഒരു പരിധി വരെ കുറച്ച് എനിക്ക് തന്നു. അതുകൊണ്ടാണ് എനിക്കിവിടെ നിന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാനൊക്കെ നിൽക്കാനും ഒക്കെ ധൈര്യം കിട്ടിയത്.
മരുന്ന് 1 വർഷം കഴിച്ചിട്ട് നിർത്തിയായിരുന്നു? നിർത്തി. ഞാൻ പറഞ്ഞു കഴിക്കണ്ട, പിന്നെയും കഴിക്കാൻ പറയുന്നു. ഞാൻ പറഞ്ഞു കഴിക്കണ്ട, ഞാൻ മാതാവിനോട് ഞാൻ കൃപാസനത്തിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചോളാം, എല്ലാം ഇനിയും വരുമ്പോൾ അച്ഛനെ വന്ന് കാണാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് പിറ്റേ മാസം പറഞ്ഞത് ഞാൻ പ്രഗ്നൻ്റാണ് എന്ന്. അതൊരു വലിയ അത്ഭുതമായിരുന്നു. പിന്നെ എനിക്ക് തൈലം തേച്ചത് തടിപ്പുണ്ടായിരുന്നത് അത്ഭുതകരമായിട്ട് മാറി കിട്ടി. പിന്നെ മോള് CA ഫൈനൽ എക്സാം പഠിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് പാസ്. എൻ്റെ പേര് ബിജി, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2020 ഫെബ്രുവരിയിലാണ് ആ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് 33 വർഷമായിട്ട് പൈൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, സൗദിയിലാണ്. അമ്മയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടുത്തെ തൈലം വേറൊരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. അപ്പോൾ അമ്മ അത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൈൽസ് മാറിക്കിട്ടി. എത്ര വർഷമായിട്ടാണ്? 33 വർഷമായിട്ട് അമ്മയ്ക്കുണ്ടായിരുന്ന ആ പൈൽസ് രോഗം മാറിക്കിട്ടി. അതിനുശേഷം അമ്മയ്ക്ക് കോവിഡ് വന്നു. അപ്പോൾ അതും പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. പിന്നീട് എൻ്റെ മകൾക്ക്, എൻ്റെ 2ാമത്തെ കുഞ്ഞിന് ഒരു കിഡ്നിക്ക് വലിപ്പം കൂടുതലായിരുന്നു. അപ്പോൾ അവൾക്ക് 2019 നവംബറിലാണ് അവളെ പ്രസവിച്ചത്. അപ്പോൾ ഡിസംബർ ആയപ്പോൾ അവൾക്ക് ചെറിയൊരു യൂറിൻ ഇൻഫെക്ഷനൊക്കെ വന്ന് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അവൾക്ക് ഒരു കിഡ്നിക്ക് വലിപ്പം കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും സ്കാൻ ചെയ്യണം, തിരുവനന്തപുരം SITയിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ ഉടമ്പടി എടുക്കാമെന്ന് നേർന്നു. അതിന് ഫലമായിട്ട് ഞങ്ങൾ SITയിൽ പോയി അവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കണ്ട, വീണ്ടും ഒരു സ്കാൻ കൂടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ അത് കിഡ്നി നോർമലായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ കൊറോണ കാരണം ഇങ്ങോട്ടൊന്നും വരാൻ സാധിച്ചില്ല. പിന്നെ ഇപ്പോൾ ഈ 2022 വന്ന് ഞങ്ങൾ വീണ്ടും ഉടമ്പടി പുതുക്കിയത്. അത് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങളിവിടെ ഉടമ്പടിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ജോലി ശരിയായി, സൗദിയിലേക്ക് പോകുന്നതിനാണ്. മെയ് 15-ാം തീയതിയിലാണ് എനിക്ക് പോകേണ്ടത്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ വന്നിരുന്നു. ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് പോയിരുന്നു. അതിനുശേഷം വീട്ടിൽ ചെന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയായിരുന്നു. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ തന്നെ സ്വയം ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഉള്ളിലൊരു മുഴയുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. ഞാനത് ആരോടും പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡിനോട് ആരോടും പറഞ്ഞില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ മാത്രം കരഞ്ഞ് ഞാൻ കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ജോലിയുടെ ആവശ്യങ്ങൾക്ക് പോകണം, എൻ്റെ മക്കളൊക്കെ കുഞ്ഞുങ്ങളാണ്, കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവരെ വളർത്തണം. ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ എനിക്ക് ചിലപ്പോൾ ഓപ്പറേഷനോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വേണ്ടി വരുമല്ലോ എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഇവിടുത്തെ വെഞ്ചരിച്ച തൈലം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഒരു ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടും ഒക്കെ പൂർണ്ണമായും എനിക്ക് മാറിക്കിട്ടി. പിന്നെ അതിൻ്റെ ഒരു തളർച്ച ക്ഷീണമോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നീട് കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നതിന് ഇവിടെ ഉടമ്പടിയൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടി. എല്ലാ ദിവസവും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലുവാനും സാധിക്കുന്നുണ്ട്. മുട്ടുകുത്തി ജോമാല ചൊല്ലുവാനും എനിക്ക് മടിയായിരുന്നു. അപ്പോൾ അതും മാറിക്കിട്ടി. എല്ലാ ദിവസവും മുട്ടുകുത്തി തന്നെ ജോമാല ചൊല്ലുവാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പിന്നീട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ മൂത്ത മകന് സംസാരിക്കുമ്പോൾ അവന് നല്ലപോലെ അക്ഷരങ്ങളൊന്നും സ്ഫുടമായിട്ട് വരില്ലായിരുന്നു. അപ്പോൾ അമ്മ മാതാവിനോട് ഞാനത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവനിപ്പോൾ അതിലൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിക്ക് അവളുടെ കുഞ്ഞിനും ഒരു വിക്കലുണ്ടായിരുന്നു. അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ ഫലമായിട്ട് അവൾക്കിപ്പോൾ പൂർണ്ണമായിട്ടും ആ വിക്കൽ മാറി കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് ആലീസ് പൗലോസ്. ഞാൻ എറണാകുളം ജില്ല ചെറായിൽ നിന്ന് വരുന്നു. ഞാൻ മാർച്ച് 17-ാം തീയതി 2021 ഇവിടെ വന്നുകൊണ്ട് ഉടമ്പടി എടുത്തു. ഞാൻ 18 കൊല്ലമായിട്ട് എൻ്റെ ഭയങ്കര കാലുവേദനയായിരുന്നു, കാൽമുട്ട് തേയ്മാനം മൂലം. പക്ഷേ ഇനി ഇവിടെ വന്ന് പിറ്റേ ദിവസം തന്നെ എനിക്ക് മരുന്നില്ലാതെ ഈ നിമിഷം വരെ നടക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മുട്ടുകുത്തുവാനും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അങ്ങനെ തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു.
പിന്നെ എനിക്കുണ്ടായത് വലിയൊരു അപകടമുണ്ടായിരുന്നു. ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ മുൻപിൽ ഞാൻ കമന്നടിച്ച് വീണു. ആ നിമിഷം വേറൊരു വാഹനങ്ങളൊന്നും വന്നില്ല. അമ്മയുടെ കാശുരൂപവും കൊന്തയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് നേരിയൊരു പോറൽ മാത്രം എൻ്റെ കൈക്കുണ്ടായിരുന്നുള്ളൂ. അത് വീട്ടിൽ വന്ന് ഉടമ്പടി തൈലം പുരട്ടി അതും എനിക്ക് സൗഖ്യപ്പെട്ട് കിട്ടി. പിന്നെ എനിക്ക് പോക്ക് വരവ് നടത്തുവാനായിട്ട് ഒരുപാട് നാളുകൊണ്ട് ഞാൻ നടക്കുന്നത്, പക്ഷേ എനിക്ക് നടന്നിരുന്നില്ല. 4 കൊല്ലമായിട്ട് ഞാൻ നടക്കുകയാണ് പോക്ക് വരവിന് വേണ്ടി. പക്ഷേ അത് തടസ്സം മൂലം ഞാൻ പോകാതിരുന്നു. ഇവിടെ വന്നിരുന്നും കൂടി ഉടമ്പടി എടുത്തതിന് ശേഷം വീണ്ടും നാത്തും ചെന്നുകൊണ്ട് കൊടുത്ത് എനിക്ക് നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട്. പക്ഷെ അവിടെ ചെന്നുകൊണ്ട് ഫോൺ വിളി മാത്രമേ നടന്നിട്ടുള്ളൂ, ഞാൻ ചെന്നിട്ടില്ല. പക്ഷേ താലൂക്കിലും വില്ലേജിലും ഫോൺ ചെയ്ത് പറഞ്ഞ് എനിക്ക് ആ പോക്കുവരവ് എത്രയും വേഗം എനിക്കവർ നടത്തി തന്നു. ഇത്രയും വലിയ ഉപകാരം ചെയ്ത മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇവിടെ തിരുസന്നിധിയിൽ വന്ന് നിൽക്കാൻ യോഗ്യത എനിക്കില്ല, എങ്കിലും തമ്പുരാന് എന്നോട് കരുണ കാണിക്കണമെന്ന് ഞാൻ. പേര് വിജി സാബ്. എൻ്റെ പേര് വിജി സാബു. ഇരുമ്പനം നിർമ്മലാംബിക ചർച്ച്, തൃപ്പൂണിത്തറ. മെയ് 2019 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ഭർത്താവിന് 1 വർഷത്തിന് മേലുണ്ടായിരുന്ന ഷുഗർ മൂലം കാല് പഴുത്ത് വ്രണമായിട്ടിരുന്നത്. ഉടമ്പടി മൂലം അച്ഛനെ കണ്ട് അച്ഛൻ പറഞ്ഞു, അച്ഛന് തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. അതിന് ഫലമായി ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പൂർണ്ണമായും കരിഞ്ഞുണങ്ങി തന്നു. എന്തുമാത്രം ഉണ്ടായിരുന്നു ആ മുറിവ്? എന്തുമാത്രം ഉണ്ടായിരുന്നു? ഒരു വിരലിട്ടാൽ ഡോക്ടർ വിരലിട്ടിട്ട് നല്ലോണം കൈ നല്ല ആഴത്തിലുള്ള മുറിവായിരുന്നു. ഈ മകൾക്ക് എനിക്ക് ഒരു 20 വർഷത്തിന് മേൽ പഴക്കമുണ്ടായിരുന്ന ശ്വാസം മുട്ടൽ ഉടമ്പടി എടുത്തത് പോലെ പൂർണ്ണമായും ഇന്ന് വരെ എനിക്ക് അസുഖം വന്നിട്ടില്ല. ഇതുകൂടാതെ എൻ്റെ മകൾക്ക് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. അതുപോലെ ഞങ്ങൾക്ക് ഒരു കട തുടങ്ങാനുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ കൃപാസനത്തിൽ വിളിച്ച് പറഞ്ഞു. അതിന് ഫലമായി മെയ് 7 കഴിഞ്ഞ വർഷം മെയ് 7 കട തുടങ്ങാനുള്ള അനുഗ്രഹം അമ്മ തന്നു. ഞങ്ങൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. സാക്ഷ്യം പറയാൻ താമസത്തിൽ മാപ്പ് പറയുന്നു. അമ്മയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ഗ്രേസി ജോസഫ്. ഞാൻ പൊള്ളേത്തയിൽ നിന്ന് വരുന്നു. ഞാൻ 18 ഉടമ്പടി എടുത്തത്. എനിക്ക് 8 വർഷത്തിന് മുമ്പ് നടുവിന് ഭയങ്കര വേദനയായിരുന്നു. വേദന ആയിട്ട് ഞാൻ കുറേ മരുന്നൊക്കെ പുരട്ടിയെങ്കിലും ഒന്നും മാറിയില്ല. ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ എന്നോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 കിഡ്നിയിൽ ഒരെണ്ണം കാണുവാനില്ല, 1 കിഡ്നി മാത്രമേ ഉള്ളൂ, അത് ചെറിയ തോതിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. വീണ്ടും എന്നോട് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് പരിശോധിക്കാൻ കൊടുത്തപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ച് എപ്പോഴും നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ബ്ലഡിൽ എനിക്ക് അപ്പോഴും 1 കിഡ്നി മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കുഴപ്പമില്ല, അത് നല്ലപോലെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ 8 വർഷത്തിനുള്ളിൽ ഞാൻ ഡോക്ടറെ കാണാൻ പോകാനോ ഒന്നും പറ്റിയില്ല. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം എനിക്ക് വീണ്ടും നടുവിന് വേദന വന്നു. വേദനയായിട്ട് എനിക്ക് 1 കപ്പ് വെള്ളം പോലും കുനിഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞാൻ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെയായി. ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് തനിക്ക് ആ സ്കാൻ ചെയ്ത റിസൾട്ടുമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. റിസൾട്ടുമായിട്ട് ചെന്നപ്പോൾ ഡോക്ടർ ഇത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞ് ഇത് എക്സ്റേ എടുക്കണം, തനിക്ക് ഒരു മരുന്നും ഇപ്പോൾ തരാൻ പറ്റില്ല, പോയി എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ എനിക്ക് മൂത്രത്തിൽ കല്ലാണ് കിഡ്നിയിൽ. അങ്ങനെ ഞാൻ ഡോക്ടർ പറഞ്ഞ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തനിക്ക് ഒരു കാര്യം കിഡ്നിയുടെ ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഞാൻ വീണ്ടും കിഡ്നിയുടെ ഡോക്ടറെ കാണാൻ പോയി ഡേറ്റ് കൊടുത്ത് കിഡ്നിയുടെ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുക്കെ പറഞ്ഞ് ഇത് സ്കാൻ ചെയ്യണം, അല്ലാതെ തനിക്ക് ഒരു മരുന്നും തരാൻ പറ്റിയല്ല, വേറെ മരുന്നൊന്നും തനിക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് മരുന്നൊന്നും തരാൻ പറ്റിയല്ല, ഈ വേദന
എന്തെങ്കിലും ഓയിൽമെൻറ്റോ എന്തെങ്കിലും പുരട്ടി കുറച്ച് ദിവസം നിൽക്കുക, എന്നിട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്യാൻ അടുത്ത ആഴ്ചയിലേക്ക് എനിക്ക് സ്കാൻ ചെയ്യാനായിട്ടുള്ള തീയതി ഇട്ട് തന്ന് ഞാൻ CT സ്കാൻ ചെയ്യാനായിട്ട് പോകുന്ന രാവിലെ തന്നെ ഞാൻ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഞാൻ എൻ്റെ അമ്മ പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ സ്കാൻ ചെയ്യാൻ പോയാണ്, സഞ്ചരിക്കുന്ന എൻ്റെ അമ്മ മാതാവാണ്, എൻ്റെ കൂടെ വന്നുകൊണ്ട് എനിക്ക് എന്താണ് ചെയ്തു തരേണ്ടത് അത് അവിടുന്ന് എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ ഞാൻ 33 വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അത് സ്കാൻ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. ഞാൻ അകത്ത് എന്നെ ഡോക്ടർ വിളിച്ചു. ഞാൻ അകത്ത് കയറിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് കിടന്നോളാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ അപ്പം ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ കയ്യിൽ ഈ ജപമാലയിൽ ഞാൻ എൻ്റെ ഉടമ്പടി കാശുരം ഞാൻ ഈ നൂല് കൊണ്ട് കെട്ടിയിട്ടിട്ട് ഇത് വലത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവിടെ കിടന്നത്. അപ്പോഴെല്ലാം ഞാനിങ്ങനെ ഇത് നിരന്തരമായിട്ട് ചൊല്ലിക്കൊണ്ടേ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കൂടെ അമ്മ ഉണ്ടാകണമേ, സഞ്ചരിക്കുന്ന എൻ്റെ അമ്മ മാതാവേ, ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ അമ്മയുടെ ഇഷ്ടം എന്താണോ അത് മാത്രം എന്നിൽ കൂടി നിറവേറ്റിത്തരണമേ. എന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങയിൽ ഞാൻ ശരണം വെക്കുന്നു. അപ്പോൾ ഫിലിപ്പിൽ 4 ഞാൻ എന്നും ആ വചനം വായിക്കുമ്പോൾ അത് നിരന്തരം വായിക്കും. നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുവിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും, കർത്താവ് നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു. ഈ വചനം ഞാൻ നിരന്തരം എപ്പോഴും വായിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്ത് പിറ്റേ ദിവസം റിസൾട്ടിന് ചെന്നപ്പോൾ റിസൾട്ടിൽ എനിക്ക് 8 വർഷത്തിനു മുമ്പ് കാണാതിരുന്ന കിഡ്നി 2 പക്ഷേ 1 ചുരുങ്ങിയിരിക്കുകയാണ്. എന്നാലും 2 എനിക്ക് നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്, 1 ചുരുക്കലുണ്ട്. അങ്ങനെ അമ്മ മാതാവ് എനിക്ക് ചെയ്തു തന്ന ഈ വലിയ കൃപയോർത്ത് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി.